കൊച്ചി ബ്രഹ്മപുരത്തെ ഫാബ്കോ ബയോസൈക്കിളിന്റെ ജൈവമാലിന്യ സംസ്കരണ കേന്ദ്രം മികച്ച മാതൃകയെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ്. കേരളത്തിലെ നഗരങ്ങളിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരമായി അവലംബിക്കാൻ കഴിയുന്ന ഒരു മാതൃകാ പദ്ധതിയാണിത്. കേരളത്തിലെ വിവിധയിടങ്ങളിൽ ഈ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ ഉപയോഗിച്ച് ജൈവമാലിന്യങ്ങളിൽ നിന്ന് പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്ന ആധുനിക മാതൃകയിലുള്ള ഫാബ്കോയുടെ ബ്രഹ്മപുരത്തെ ജൈവമാലിന്യ സംസ്കരണ കേന്ദ്രം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി എം.ബി. രാജേഷ്. കേരളത്തിലെ നഗരങ്ങളിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരമായി അവലംബിക്കാൻ കഴിയുന്ന ഒരു മാതൃകാ പദ്ധതിയാണിതെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തിലെ വിവിധയിടങ്ങളിൽ ഈ പദ്ധതി നടപ്പാക്കുമെന്നും മന്ത്രി. ബ്രഹ്മപുരത്തെ മാലിന്യ പ്രശ്നമുയർത്തിയ പ്രതിസന്ധിയെ തുടർന്ന് അത് പരിഹരിക്കാൻ സർക്കാരും കോർപ്പറേഷനും നടത്തിയ കൂട്ടായ അന്വേഷണത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഭാഗമായി വന്ന പുതിയൊരാശയമാണ് ഈ ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ എന്നത്. അതിപ്പോൾ കഴിഞ്ഞ ഒരു കൊല്ലമായി വിജയകരമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് മാത്രമല്ല, ഒരു മികച്ച മാതൃകയുമായി ഉയർന്നു വന്നിരിക്കുന്നു. ഇവിടെ ഞാൻ ഈ പ്ലാന്റിൻ്റെ മുഴുവൻ പ്രവർത്തനം നടന്നു കണ്ടു. 50 ടൺ ജൈവമാലിന്യമാണ് പ്രതിദിനം ഇവിടെ സംസ്കരിക്കാൻ ശേഷിയുള്ളത്. 4 മാസം കൊണ്ടാണ് ഇവർ ഈ പ്ലാന്റ് സ്ഥാപിച്ചത്. നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ CBG പ്ലാന്റ് കൂടി വരുന്നതോടുകൂടി കൊച്ചിയുടെ ജൈവമാലിന്യ സംസ്കരണത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും നമുക്ക് പൂർണ്ണമായും നിറവേറ്റാൻ കഴിയും. സമാനമായിട്ടുള്ള പദ്ധതികൾ മറ്റ് നഗരങ്ങളിലും നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ആരംഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്തും. 4 മാസം കൊണ്ടാണ് ദിവസവും 50 ടൺ ജൈവമാലിന്യം സംസ്കരിക്കാൻ കഴിയുന്ന കേന്ദ്രം ഫാബ്കോ ബയോസൈക്കിൾ ബ്രഹ്മപുരത്ത് സ്ഥാപിച്ചത്. ഇതിനോടകം 12,000 ടൺ മാലിന്യം ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ എന്ന ലാർവ ഉപയോഗിച്ച് സംസ്കരിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നമായ പോഷകമാക്കി മാറ്റി. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മാലിന്യം കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയാണ് ഇത്. ഇന്ത്യയിലെ തന്നെ ആദ്യ പദ്ധതിയാണ് ഇതെന്ന് ഫാബ്കോ ഡയറക്ടർ PV നിയാസ് പറഞ്ഞു. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ കുറഞ്ഞ സ്ഥലം മാത്രമാണ് ഇതിന് ആവശ്യം വന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് നമുക്ക് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആയിട്ടുള്ള പ്രോട്ടീൻ, ഈ പുഴുവിനെ നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് പ്രോട്ടീൻ ആക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് ഏറ്റവും നല്ല വളം, ഇതിൻ്റെ വളത്തിന് പറയുന്നത് ഫ്രാസ് എന്നാണ്. ഈ ഫ്രാസുമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കൂടുതൽ വേസ്റ്റ് കൈകാര്യം ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇത്. ഇന്ത്യയിൽ തന്നെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊജക്റ്റാണ്. ഇത്രയധികം ക്വാണ്ടിറ്റി ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ വരുന്നത്. ഇതിലൊരു കോൺസെപ്റ്റ് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു പ്രോട്ടീൻ എന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റാണ്. പിന്നെ മറ്റുള്ള തരത്തിലുള്ള വേസ്റ്റ് മാനേജ്മെൻ്റ് ഒക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ലീച്ചായിട്ടോ മറ്റുള്ള തരത്തിലുള്ള ഒരു വേസ്റ്റും ഒരു റെസിഡ്യൂ ഇല്ല. കൊച്ചി കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് M. അനിൽകുമാർ, വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്ത് പ്രസിഡന്റ് സോണിയ മുരുകേശൻ, ഫാബ്കോ ഡയറക്ടർമാരായ PV നിയാസ്, PA ലത്തീഫ് എന്നിവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.